ഇപ്പം നമ്മുടെ കുട്ടികളുടെയൊക്കെ സ്കൂളൊക്കെ തുറക്കാറായില്ലേ? അപ്പോൾ എല്ലാവരുടെയും ഒരു വലിയ ടാസ്ക്കാണ് ബുക്കുകളൊക്കെ പൊതിയുക എന്നുള്ളതല്ലേ. ഞാൻ ദേ നമ്മുടെ റയ്യാൻ്റെയൊക്കെ ബുക്കുകളൊക്കെ പൊതിയാൻ വേണ്ടി തുടങ്ങുവാണ് ട്ടോ. ഇപ്പോഴത്തെയൊക്കെ പുതിയ ട്രെൻഡുകളിലൊക്കെ ബുക്കൊക്കെ പൊതിയാന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ പഴയ രീതി തന്നെ ആക്കിയിട്ടുണ്ട് ട്ടോ. നമ്മുടെ റയ്യാക്ക് അധികം ഒന്നും ബുക്കുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വേഗം പൊതിഞ്ഞ് കഴിയാമെന്ന് വിചാരിച്ചാണ് ട്ടോ ഇരുന്നത്. പിന്നെ നോട്ട് ബുക്കുകളൊന്നും ഇപ്പം മേടിച്ചിട്ടില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ മാത്രമാണ് ട്ടോ ഇപ്പം മേടിച്ചേക്കുന്നത്. പിന്നെ പൊതിയണ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ റയ്യ ഓരോ സംശയങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. ഈ ബുക്കൊക്കെ പൊതിയുമ്പോഴത്തേക്കും ഈ തുറക്കുമ്പോഴത്തേക്കും തന്നെ പുതിയ ബുക്കിൻ്റെ മണമൊക്കെ വരുന്നത് എത്ര പേർക്ക് ഇഷ്ടമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ റയ്യ ഇപ്പം LKG-യിലേക്കാണ് ആവാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ റയ്യാനോട് ചോദിക്കുന്നുണ്ട്, റയ്യ നീ പഠിക്കോ, ഇതൊക്കെ എങ്ങനെ ഞാൻ പഠിപ്പിച്ചെടുക്കൂടി നിന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി പൊതിയണേൻ്റെയൊക്കെ ആ ഒരു വേസ്റ്റ് പേപ്പർ ഉള്ളതൊക്കെ അവളിരുന്ന് കളിക്കുന്നുമുണ്ട് കേട്ടോ. സ്കൂൾ തുറക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊന്നും പഠിപ്പിക്കുകയൊന്നുമില്ല. അപ്പോൾ പിള്ളേർ വിചാരിക്കും ഓ രക്ഷപ്പെട്ട് പഠിക്കലൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഓരോന്നായിട്ട് തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ ഇവിടത്തേക്ക് ഹാല് വരുന്നത്. അങ്ങനെ ആദ്യം പൊതിയാനെടുത്ത ബുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയപ്പോഴാണ് കേട്ടോ എനിക്കൊരു സമാധാനമായത്. പിന്നെ ഞാൻ ദേ നമ്മുടെ അറബിയുടെ ബുക്കും അതുപോലെ തന്നെ ഹിന്ദിയുടെ ബുക്കൊക്കെ എടുത്തിട്ട് റയ്യാനെ ഒന്ന് കാണിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയാവോ റയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് അവൾക്ക് അതിനെപ്പറ്റിയൊന്നും വലിയ പിടിയൊന്നുമില്ല കേട്ടോ. ഇനി വേണമല്ലോ എല്ലാം പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി. അങ്ങനെ ദേ ഓരോന്നൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് ഹിന്ദി, ഇതാണ് അറബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയൊക്കെ ഞാൻ കൊടുത്തിട്ടോ. ഇതൊക്കെ കണ്ടപ്പോഴത്തേ നമ്മുടെ റയ്യാക്ക് ചിരിയാണ്ട് വന്നത്. പക്ഷേ എനിക്കുള്ളിലൊരു ആദിയാണ്, ഇത് എങ്ങനെ പഠിപ്പിച്ചെടുക്കുമെന്ന് അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു ആദി. പിന്നെ അതൊക്കെ അങ്ങ് നടന്നോളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാശ്വാസത്തിൽ ഞാനിങ്ങനെ ഇരിക്കുന്നു. ആ ഒരു പേപ്പർ മുറിക്കാൻ വേണ്ടി ഞാൻ എടുത്തൊരു കത്തിയുണ്ടല്ലോ, അതെടുത്തിട്ട് റയ്യ നല്ല കളിയായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് അത് മുറിക്കണേ ഇത് മുറിക്കണേ. പിന്നെ ഞാൻ റയ്യ അതൊന്നും മേടിച്ച് വെച്ച് അങ്ങനെ പിന്നെ എൻ്റെ ബാക്കി പണി അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ബാക്കി അങ്ങ് തുടങ്ങുക. ബുക്കെല്ലാം പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ, അതൊന്ന് ശരിക്കും സെക്യൂർഡായിട്ട് വെക്കണ്ടേ. അങ്ങനെ ഞാൻ നമ്മുടെ സ്റ്റാപ്ലെയർ പിന്നൊക്കെ എടുത്തിട്ട് നമ്മുടെ സ്റ്റാപ്ലെയറിലേക്കൊക്കെ ഇടുന്നുണ്ടേ. ഇപ്പോഴുള്ള പുതിയ രീതിയിലുള്ള ബുക്ക് പൊതിയലിന് നമ്മുടെ സ്റ്റാപ്ലെയറിൻ്റെ അല്ലെങ്കിൽ ഇതേപോലത്തെ പേപ്പറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അല്ലേ. ജസ്റ്റ് അതിൻ്റെ സ്റ്റിക്കർ മാറ്റുക, ഒട്ടിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള പുതിയ രീതിയിലുള്ളതൊക്കെ വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ ഏത് ടൈപ്പാണ് മേടിച്ചതെന്നുള്ളതൊന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റാപ്ലെയറൊക്കെ റെഡിയായി ഞാൻ ബുക്കൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ എല്ലാ ബുക്കുകളും പൊതിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.